ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്നത്തെ നമ്മളെ മൂന്നാമത്തെ ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ആളിന്റെ കൂടെ പോന്ന്. ഋത്തുവിന് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഋത്തുവിനും മൈക്ക് വെച്ചിട്ട് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് വ്ളോഗ് തുടങ്ങാല്ലേ? എല്ലാവരോടും ഹായ് പറയും മൈക്കില്. സുഖാണോന്ന് ചോദിച്ചോക്ക്. സുഖാണോ ചോദിച്ചോക്ക്. ഹായ് പറയും. സുഖാണോ ചോദിച്ചോക്ക്. എന്നാ ടാറ്റ പറയും എല്ലാവർക്കും. അങ്ങനെ ഞങ്ങള് കാറില് ഇറങ്ങി. ഇന്നത്തെ യാത്ര നമ്മൾ പെഹൽഗാമിലോട്ടാണ്. പെഹൽഗാം പറയണേ ഇവിടെ ശ്രീനഗറിലെ കാശ്മീരിലെ ട്രൈബൽ ഏരിയ, അതായത് ആട്ടിടന്മാർ ജീവിക്കുന്ന താമസിക്കുന്ന സ്ഥലമാണ് പെഹൽഗാം. ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ജമ്മു ടു ശ്രീനഗർ ഹൈവേയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈവേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ശ്രീനഗർ എയർപോർട്ട് ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിക്ക് ശ്രീനഗർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഹൈവേൻ്റെ ഒരു പോർഷനിൽ റൺവേ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ആ റൺവേ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന സ്ഥലം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഇവിടെ കൃഷി ചെയ്യുള്ളൂ. കാരണം നവംബർ മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസം മാത്രമേ ഇവിടെ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുള്ളൂ. ഇവിടെയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ നിന്നാണ് സെയിൽസ് ചെയ്യുക. ഇത് ഇപ്പം ആക്റ്റീവ് അല്ല, കാരണം ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ആക്റ്റീവ് അല്ല. പക്ഷേ ഈ സീസൺ ടൈമിൽ ഇവിടെ ഫുൾ ആക്റ്റീവ് ആവും. അങ്ങനെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കണ്ടോ, ഇത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാനുള്ളതാണ്. ഇതിൽ ബാറ്റ് ഇതവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആള്. ഈ ബാറ്റിൽ തന്നെ ക്വാളിറ്റി കൂടിയതുകൊണ്ട് കുറഞ്ഞതുണ്ട്. അതായത് നമുക്ക് തിരിച്ചറിയാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രെയിൻസ് കൂടിയ ബാറ്റ് ആണെങ്കിൽ നല്ല ഉറപ്പുള്ളതായിരിക്കും, ഗ്രെയിൻസ് കുറവുള്ള ബാറ്റ് ആണെങ്കിൽ അത് ഉറപ്പില്ലാത്തതായിരിക്കും. ഇവിടെ ആ ബാറ്റൊക്കെ കുറേ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. പണ്ട് വിരാട് കോഹ്ലി അവരൊക്കെ ഇവിടെ വന്ന് ബാറ്റ് മേടിച്ചതായിരുന്നു. എന്താ നമുക്ക് ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി അത്. എന്താണ് ബാറ്റ്? ഓക്കെ. ഈ സാധനം എടുത്തിട്ടാണ് ഇനി അത് അവിടെ മെഷീനിൽ കയറ്റിയിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്, ബാറ്റാക്കുന്നത്. ഏത്? ഈ മരം അല്ലേ? അതാണ് ആ മരം അല്ലേ? ഞാൻ അതാ നോക്കിക്കൊണ്ടിരുന്നത്. കാശ്മീർ ബില്ലോ അല്ലേ? കാശ്മീർ ബില്ലോ ആണ് ബെസ്റ്റ് അല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ റൺവേ റോഡ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്നാണ് റൺവേ റോഡ് സ്റ്റാർട്ട് ചെയ്യണേ. അതായത് ഇൻ കേസ് ശ്രീനഗർ എയർപോർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും അറ്റാക്കോ എന്ത് വന്നു കഴിഞ്ഞാൽ ആർമിക്ക് ഫ്ലൈറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു റൺവേ ആണ് ഇത്. ഒരു ഹൈവേയും കൂടിയാണ്. അതെ, ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ആപ്പിൾ തോട്ടത്തിലാണ്. അതായത് ആപ്പിളിൻ്റെ തോട്ടത്തിലാണ്. പക്ഷേ എന്നോട് യൂട്യൂബിൽ ഒരാൾ ഞാൻ കമൻ്റ് ഇട്ട് കണ്ട്, അതായത് ആപ്പിൾ കാണുന്ന അങ്ങനത്തെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു. പക്ഷേ ഈ സീസണിൽ, ഞങ്ങളിപ്പം ഇവിടെ വന്ന സീസണിൽ ആപ്പിൾ ഉണ്ടാകത്തില്ല. അത് ഒക്ടോബർ ടൈമിലൊക്കെയാണ്. ഇപ്പം ഈ ടൈമിൽ ഞങ്ങൾ വന്ന മാർച്ച് ടൈമിലാണ്. ഈ ടൈമിൽ ആപ്പിൾ ഉണ്ടാകത്തില്ല. പിന്നെ പല സ്ഥലത്തും ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്കിൽ കണ്ട് ഇവിടെ ഇതുമ്മിൽ ബ്രാഞ്ചസിൽ ഇത് ആർട്ടിഫിഷ്യൽ ആപ്പിളുകൾ വെച്ചത്. അത് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനും അവർക്ക് ഇതിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. ഈ സമയത്ത് ഇവിടെ ആപ്പിൾ ഉണ്ടാവത്തില്ല. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക.
അത് അങ്ങനെ പെഹൽഗാമിലെത്തി. ഇവിടുന്ന് ഇനി വേറെ വണ്ടിയിലാണ് നമ്മൾ പോണത്. ഉൾഗ്രാമത്തിലോട്ട് പോവുകയാണ്. അപ്പം പോണെങ്കിൽ ഇവിടെ ലോക്കൽസിൻ്റെ വെഹിക്കിളിലാണ് നമ്മൾ പോകുന്നത്. അപ്പം 2 സ്ഥലത്തോട്ടാണ് പോകുന്നത്, ആടവും പിന്നെ എവിടേക്ക് വെച്ച് പോണേ, ബേത്ത. ഈ 2 ഞങ്ങൾ ഉദ്ദേശിച്ച് ചന്ദൻവാടിയിലേക്കൊന്നും പോകാൻ നിന്നായിരുന്നേ. അവിടെ ക്ലോസ്ഡാണ്, സ്നോഫാള് കൂടിയിട്ട് അവിടെ ക്ലോസ്ഡാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ബേത്തേക്കും പിന്നെ ആടവിലോട്ടാണ് ഇനി പോയോണ്ടിരിക്കുന്നത്. പോകാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ എടുത്തോണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളെ ഡ്രൈവർ. നമ്മളിങ്ങനെ ഓരോ ഗ്രാമത്തിലോട്ട് പോയോണ്ടിരിക്കുന്നു. ആഷിഖ് ആണ് ആളെ പേര്. ഇന്നലത്തെ പോലെ അത്ര ഡേഞ്ചറസ് അല്ല, തണുപ്പിൻ്റെ ഇഷ്യൂ ഇല്ല, ഓക്സിജൻ്റെ പ്രശ്നമില്ല. ഇവിടെ ഏതായാലും നല്ല സുഖമുണ്ട്. തണുപ്പ് അത്ര ഇഷ്യൂ ഇല്ലെങ്കിലും നല്ല ഐസ് കാര്യങ്ങളും ഉണ്ട്. എന്നാൽ നമുക്ക് ബ്രീത്ത് ചെയ്യാനും നല്ല കംഫർട്ടായിട്ട് ബ്രീത്ത് ചെയ്യാനും പറ്റുന്നുണ്ട്. മെയിൻ പോയിന്റ് നമ്മളിപ്പോൾ ഇറങ്ങിയ മെയിൻ പോയിന്റ് ആണ്. അങ്ങനെ അടവാലിന്ന് തിരിച്ചിറങ്ങി നമ്മള് ബട്ടൻ വാലി അല്ല നമ്മള് ബത്താവ് വാലി. നമ്മൾ ബത്താവ് വാലിയിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോണ വൈക്കിൽ തന്നെയാണ് ബത്താവ് വാലി. മെഹ്താബ് വാലിൻ്റെ ഉള്ളിലെത്തി. അവിടെ ടിക്കറ്റ് ഉണ്ട്, പെർ ഹെഡ് 100 രൂപ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ട് അവിടെ എൻഡിലൊരു പാലുണ്ട്. ആ പാലാണ് ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ആ പാലത്തുമ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കലാണ് മെഹ്താബ് വാലിൻ്റെ ഹൈലൈറ്റ്. പക്ഷെ എനിക്ക് ഇന്നത്തെ ഒരു ബുദ്ധിമുട്ട് എന്താ അറിയോ, ഞാൻ ഈ ഷൂവ് തീരെ ഗ്രിപ്പില്ല. അപ്പം ഐസ് കൂടെ നടക്കുമ്പോൾ നന്നായിട്ട് സ്കിഡാവുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ മെഹ്താബ് വാലി എന്നുള്ള നെയിം, അതായത് മെഹ്താബ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ മെഹ്താബ് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ മെഹ്താബ് വാലി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നെയിം ഇവിടെ വരാൻ റീസൺ. അതായത് ഒരു മൂവി ലൊക്കേഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചത്. ഈ മെഹ്താബ് വാലി ഈ പാർക്ക് ഇനാഗ്രേറ്റ് ചെയ്ത് 2006 ഒക്ടോബർ 15 ഈ മെഹ്താബ് വാലി ഇവിടെ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ആ ബ്രിഡ്ജ്. ഏകദേശം എല്ലാവരും ഇവിടെ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കും. ഞാൻ കുറേ ആൾക്കാരത് കണ്ട്. ഹൈലൈറ്റ് ഇതാണ്, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഈ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ ഈ ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മണി. ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം രാവിലെ അത്യാവശ്യം നന്നായിട്ട് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇനി തിരിച്ച് പെഹൽഗാമിൽ പോയിട്ട് അവിടെയാണ് നമുക്ക് ലഞ്ചുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവിടെ ഈ പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഫുഡ്. ഇനി ഞങ്ങൾ ബൈസൺ വാലി പോവാണ്. ബൈസൺ വാലി പറഞ്ഞാൽ കാശ്മീരിലെ ഒരു ഫേമസ്, അതായത് ശ്രീനഗറിലെ ഫേമസ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതായത് നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ടോപ്പ് വരെ കുതിരയിലാണ് പോകേണ്ടത്. അപ്പം ഈ ബൈസൺ വാലിനെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ്. അപ്പം ഞാനും ഏട്ടനും മാത്രമേ പോകണുള്ളൂ. കാരണം
ഇപ്പം ആ വേ എന്ന് പറയുന്ന അങ്ങോട്ടുള്ള വഴി കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം നല്ല സ്ലോപ്പാണ്, പിന്നെ കുതിരേമ്മലാണ് പോണത്. അപ്പം അച്ഛൻ, അമ്മ, ചേച്ചി, കുട്ടി ഇല്ല, ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളെ ഗൈഡും എല്ലാവരും പറഞ്ഞു കുറച്ച് ഡേഞ്ചറസ് ആണ്, കുറച്ച് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഏട്ടനും പിന്നെ എന്തെന്നെ വന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ പോയി കണ്ടിട്ടേ പോരൂ എന്നുള്ള പ്ലാനിലാണ്. ഇല്ല ഏട്ടാ, ഏത് ഡേഞ്ചറസ് ആയാലും നമ്മൾ പോവും. അത് ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് നമുക്ക് ഏതായാലും പോയി നോക്കാം. ഇവരെ ചാർജ്, പക്ഷേ ഇത് പറയാലോ, ഈ ചാർജ് ഇച്ചിരി ഓവറാണ്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇത് വില പേശി കഴിഞ്ഞാൽ ഇവർ എന്തായാലും കൊണ്ടുപോകും. ഈ 3000 ഞങ്ങളിപ്പം പോണത് 2000 1000 രൂപ ഞങ്ങൾക്ക് ഒരാൾക്ക് കുറഞ്ഞു. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, വരുന്നവർ ഇവിടെ വില പേശാൻ മാക്സിമം ചെയ്യുക, ബാർഗെയിൻ ചെയ്യുക. മെല്ലപ്പോടാ സത്യം പറയല്ല, അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. അയ്യോ, ഇതിന് എത്ര ദൂരം ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, ഒന്നും രക്ഷയില്ല. ഇതിന് എന്നാ വലിവാ. സത്യം പറയാ, ഞാൻ ആദ്യമായിട്ടോ കുതിരപ്പുറത്ത് കേറണേ, അതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ. എന്റെ കാല് തട്ടുമെന്നുള്ള നല്ല പേടിയുണ്ട്. നല്ല വഴി അപ്പുറത്ത് കൂടെ ഉണ്ട്, എന്നിട്ട് ഇതിലൂടെ കൊണ്ടുപോണ്. ആൾക്ക് ഇതിന്റെ ഡ്രൈവർക്ക് 4x4 ഇഷ്ടം, കുറച്ച് ഓഫ് റോഡ് മൂഡാണ് ആള്. നമ്മളെ ഫസ്റ്റ് പോയിന്റ് ഹണ്ടിങ് പോയിന്റ് ആണിത്. ഹണ്ടിങ് പോയിന്റിൽ നമ്മളെ ഡബിയാൻ അല്ല ഏട്ടാ, ഡബിയാനിൽ എത്തി. ആള് നമ്മളെ ഫോട്ടോ എടുത്ത് തരികയാണ്. സംഭവം ഇത് കാണാൻ രസമുണ്ടെങ്കിലും ഉള്ളത് പറയാലോ, കുറച്ച് അഡ്വഞ്ചറസ് തന്നെയാണ്. അവിടെ ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഡേഞ്ചറസ് തന്നെ. കണ്ടോ, ഇത്രയും ക്ലോസ് ആയിട്ട് അത് പോണേ. ഇൻ കേസ് ഒരു സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ഓ ഗൈസ്, ഈ മല കണ്ടോ, ഈ മലേന്റെ അപ്പുറം ഭാഗം എന്ന് പറയുന്നത് ശ്രീനഗറാണ്. അപ്പം ആ കാണുന്നതാണ് കാശ്മീർ വാലി. അയ്യോ ഓക്കെ, കൂൾ, ഓക്കെ. ഇത് കൂടെ നടക്കാനും കൂടി പറ്റത്തില്ല. എടാ, എന്റെ കുതിരന്റെ കയറ് വിടല്ലടാ. ഓട്ടോമാറ്റിക് ഗിയറിലാ. അപ്പൊ ഏട്ടന്റെ കുതിരേന്റെ പേര് ശാസ്ത്രി, എന്റെ കുതിരേന്റെ പേര് ദൈവമേ. കണ്ടോ, കുറച്ച് കുരുത്തക്കേട് കൂടുതലാവന്നെ. കണ്ടോ, 2 പൊട്ടിച്ചപ്പോഴാണ് അവന് റെഡിയായി. ആ ഇങ്ങോട്ട് വാടാ. കണ്ടോ, എന്റെ കുതിര കണ്ടോ എന്ത് ഡീസെന്റാ. റൈറ്റ് എന്ന് പറഞ്ഞപ്പോ നേരെ റൈറ്റ് കയറി, പതുക്കെ കയറി പോണു. എന്ത് പാവൻ കണ്ടോ. പിന്നെ ഫൈനലി വി ആർ റീച്ച് നമ്മളെ ബൈസൺ വാലി. അവിടെയാണ് എൻട്രി. ഞങ്ങളിവിടെ എത്തി. 20 മിനിറ്റിന്റെ റൈഡ്. 20 മിനിറ്റിലേറണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റ് ഉണ്ടായിരുന്നില്ലേ? അടിയിന്ന് 4:40 സ്റ്റാർട്ട് ചെയ്ത് എത്ര മണിക്കാ? അരമണിക്കൂർ. അതിന് 30 മിനിറ്റ്. ശരിക്കും പറയാലോ, നല്ല രീതിക്ക് കഷ്ടപ്പാടുണ്ട്. ഇയാളൊക്കെ ശരിക്കും അഭിനന്ദിക്കണം അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട്. ആ, അതിന്റെ കഷ്ടപ്പാട് ശരിക്കും ഉണ്ട് പറഞ്ഞാൽ ശരിക്കും ഉണ്ട്. പക്ഷെ ഇത് ഞാൻ പറയട്ടെ, അഡ്വഞ്ചറസ് ആണ്. ശരിക്കും അഡ്വഞ്ചറസ് ആണ്. 1 ടൈം എക്സ്പീരിയൻസ് ശരിക്കും ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ? ഏത്? ആ, അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത്. ആ, ബജ്രംഗി ഭായ്ജാൻ, അത് ഇവിടുന്നല്ല ഷൂട്ട് ചെയ്ത്. അങ്ങനത് ദിസ് ഈസ് മിനി സ്വിറ്റ്സർലാൻഡ്, ബൈസൺ വാലി. അപ്പം ഇവിടെ എന്താ സംഭവം വെച്ചാൽ, എനിക്ക് ഇതിനു മുന്നേ പോയ 2 വാലിയില്ലേ, അടവ് വാലിയും പിന്നെ ഏതായിരുന്നു ബൈസൺ വാലിയോ? ബൈസൺ വാലി ഇത്, അടവ് വാലിയും ബേട്ട വാലിയും.
ആ ബേട്ടാപ്പ് ആ 2 വാലും എങ്ങനെയാണെന്ന് വെച്ചാൽ ആ 2 അടിപൊളിയാണ്. ഇത് എന്ന് വെച്ചാൽ ഇവിടെ വലിയ സ്നോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞാണ് ഇങ്ങോട്ടുള്ള ഈ ഹോഴ്സ് റൈഡ്. അതൊരു അഡ്വഞ്ചറസ് തന്നെയാണ്. ഈ ചിലപ്പോൾ ഇവിടെ സ്നോ കുറഞ്ഞിട്ടായിരിക്കും. എന്തായാലും അവിടത്തെ അത്ര അടിപൊളിക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ബാക്ക് ടു ഹോഴ്സ് റൈഡ്. നമ്മളെ അഡ്വഞ്ചറസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഇതിനായിട്ട് ഇഷ്ടപ്പെട്ട്, സത്യം പറയാം, ഇതിനായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഹോഴ്സ് റൈഡ് അതൊരു രക്ഷയില്ല. ഓക്കെ, ബാക്ക് ടു ഹോഴ്സ് റൈഡ്. ഞങ്ങളിനി താഴോട്ട് പോട്ടെ. ഇത് അതിലൊക്കെ പോവാനുള്ളതിന്. അത് കൂടെ കണ്ടോ, നല്ല വഴിയുണ്ട്. പക്ഷേ ഈ ഞങ്ങള് കുതിരക്ക് കണ്ടോ ഇങ്ങനത്തെ അഡ്വഞ്ചറസ് തന്നെ വേണം. ബാക്കിയുള്ളവർ കണ്ടോ അതിലെ പോണ്, ഞങ്ങൾ കുതിര മാത്രം ഇതിലെ പോണ്. ഇവര് ഈ 2 പേർക്കും എന്താ വെച്ചാല് ഓഫ് റോഡ് കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ആൾക്കാരാ. മഡ് റേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റാ. കണ്ടോ ഈ അറ്റത്ത് കൂടെ പോവൂ. ഇവരെന്തുകൊണ്ട് അതിലെ പോയിക്കൂടാ? ഇന്ന് ഇടങ്ങാറാക്കുന്നുണ്ട് എപ്പോഴും അറ്റത്ത് കൂടെ പോണേ. അങ്ങനെ ഒരു ലോങ് ജേണിയാണ്. ഇവിടുന്ന് ടഹൽഗാമിക്ക് ഏകദേശം 2.5 റൈഡ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളത് റൂമിൽ വന്ന് ഫ്രഷായി ഇനി നേരെ ഫുഡ് കഴിക്കണം. നമുക്ക് ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോകാം. ഡിന്നർ റൈസ്, റൊട്ടി, ദാൽ മക്കാനി, ആലു മട്ടർ, ചില്ലി പനീർ, സൂചി ഹൽവ, പിന്നെന്താ അഫ്ഗാനി ചിക്കൻ. ഓക്കെ, ഞാൻ എനിക്ക് വേണ്ടതൊക്കെ എടുക്കട്ടെ. അങ്ങനത്തെ ഇതാണ് ഇന്നത്തെ ഡിന്നർ. റൊട്ടിയുണ്ട്, റൈസ്, പിന്നെ അഫ്ഗാനി ചിക്കൻ. വീണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം. കൂടുതൽ കാശ്മീർ വീഡിയോസ് വഴിയേ വരും. അപ്പോൾ ഓക്കെ, ബൈ.